പിതാവിനും പുത്രനും പരിശുദ്ധാരൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നും എന്നേക്കും തന്നെ. ആമേൻ. ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. വന്ദനായ ഗിവർഗീസ് അരൂപ്പാല കോറപ്പിസ്കോപ്പാച്ചൻ, വന്ദനായ മാമൻ മാത്യു കോറപ്പിസ്കോപ്പാച്ചൻ, ബഹുമാനപ്പെട്ട ജോൺസൺ പുഞ്ചക്കോണമച്ചൻ, കർത്താവിലേറെ സ്നേഹമുള്ള വിശ്വാസ സമൂഹമേ, ടുഡേയ്സ് ഗോസ്പൽ ഈസ് ടേക്കൺ ഫ്രം the Gospel according to Saint Mark, chapter 4, verse 1 to 20. And we are celebrating the 8th Sunday after the Feast of Pentecost. And the total message of today's reading is all something connected with a parable, a popular parable, and it is known as the parable of the sower or the parable of the seed. ലോകത്തിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള കർത്താവ് പറഞ്ഞ ഉപമകളിൽ ഏറ്റവും പ്രധാനമെന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കുന്നില്ല എങ്കിലും ഏറെ പ്രസക്തവും പ്രചരിപ്പിച്ചതുമായ ഒരു പാരബിൾ അല്ലെങ്കിൽ ഉപമയാണ് വിതക്കാരൻ്റെ ഉപമ അല്ലെങ്കിൽ വിത്തിൻ്റെ ഉപമ. ഗുഡ് സമരിറ്റൻ എന്ന കഥയും ധാരാളം വിഷയങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ട കാര്യമാണ്. ഈ വേദഭാഗം എഴുതിയ പുസ്തകത്തെക്കുറിച്ചൊരു ആമുഖം പറഞ്ഞ് ഞാനിതിൻ്റെ വിശദ ഭാഗങ്ങളിലേക്ക് പ്രവേശിക്കുവാനും ചുരുക്കമായി നമ്മൾ ഇതിനോട് ചേർന്ന് ചിന്തിക്കുവാനും ഞാൻ ദൈവത്തിൽ ശരണപ്പെടുകയാണ്. 4 സുവിശേഷങ്ങളിൽ ആദ്യം എഴുതപ്പെട്ടതും ഏറ്റവും ചെറുതുമാണ് ദ ഗോസ്പൽ ഓഫ് സെയിന്റ് മാർക്ക്. ആകെ 16 അധ്യായങ്ങളേ ഉള്ളൂ. മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷത്തിന് 28 അധ്യായമുണ്ട്. വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷത്തിന് 24 അധ്യായമുണ്ട്. വിശുദ്ധനായ യോഹന്നാൻ എഴുതിയ പുസ്തകം 21 അധ്യായമുണ്ടെങ്കിൽ വായിച്ച് പെട്ടെന്ന് തീർക്കാൻ പറ്റുന്ന ഒരു സുവിശേഷ ഭാഗമായി വേണമെങ്കിൽ ചിത്രീകരിക്കാൻ പറ്റുന്ന ഒരു വേദഭാഗമാണ് ദ ഗോസ്പൽ ഓഫ് സെയിന്റ് മാർക്ക്. വീണ്ടും പറഞ്ഞാൽ ഈ വേദഭാഗത്തിൽ ക്രിസ്തുവിനെ അവതരിപ്പിക്കുന്നത് കർത്താവിൻ്റെ ജനനം മുതൽ മരണം വരെയും ഉത്ഥാനമൊക്കെ അവതരിപ്പിക്കുന്നത് ഈ ലോകത്തിലേക്ക് കടന്നു വന്നതിൻ്റെ ഉദ്ദേശം എപ്രകാരമായിരുന്നു. ദ പർപ്പസ് ഓഫ് ഇൻകാർണേഷൻ ആൻഡ് ദ ലൈഫ് ഓഫ് ക്രൈസ്റ്റ്. അതിൽ വളരെ വ്യക്തമായി അവതരിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: താഴ്മ പൂണ്ട, വിനയം പൂണ്ട ഒരു മനുഷ്യൻ. ദൈവം മനുഷ്യനായി ലോകത്തിലേക്ക് ജനിക്കുമ്പോൾ അധികാരത്തിൻ്റെ പദവിയിൽ നിന്ന് താഴ്മയുടെ ഔന്നത്യത്തിലേക്ക് കടന്നു വരുന്ന ഒരു ക്രിസ്തുവിനെ അവതരിപ്പിക്കുന്ന പുസ്തകം കൂടിയാണ് ദ ഗോസ്പൽ ഓഫ് സെയിന്റ് മാർക്ക്. ഈ വേദഭാഗം എല്ലാവർക്കും അറിയാം. അത് കഥ പറഞ്ഞു കൊടുക്കുന്ന രൂപത്തിൽ ചെറുപ്പം മുതലേ നമ്മുടെ വല്യമ്മച്ചിയോ വല്യപ്പച്ചനോ അല്ലെങ്കിൽ നമ്മൾ സൺഡേ സ്കൂളിലൊക്കെ കുട്ടികൾക്ക് ഇത് പറഞ്ഞു പഠിപ്പിച്ചു കാണും. ഒരു വിതക്കാരൻ വിതയ്ക്കുവാനായി പുറപ്പെട്ടു. ഇതെല്ലാവർക്കും അറിയാം. ഈ സംഭവം നടക്കുന്നത് കടൽ തീരത്ത് വെച്ച കർത്താവിൻ്റെ സുവിശേഷ ദൗത്യങ്ങളൊക്കെ പ്രധാനപ്പെട്ടൊരു കടൽ തീരവുമായി ബന്ധപ്പെട്ടാണ്. ആ കടലിന് 3 പേരുണ്ട്. എൻ്റെ മുമ്പിൽ കുഞ്ഞുങ്ങളാരുമില്ല, എല്ലാം വലിയ കുഞ്ഞുങ്ങളായിരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ കുഞ്ഞുങ്ങളോടൊരു ചോദ്യം ചോദിക്കാറ്. സോ വിച്ച് ആർ ദ 3 ഡിഫറെൻറ്റ് നെയിംസ് ഓഫ് ദ സെയിം സീ ദറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് ദ ഗോസ്പൽ ഓഫ് ജീസസ് ക്രൈസ്റ്റ്? ഗലീല തടാകം, ഗന്നസരെ തടാകം, തിബരിയാസ് തടാകം. ഇത് 3ഉം ഒരു കടലിൻ്റെ പേരാണ്. അതിനോടനുബന്ധിച്ചാണ് ക്രിസ്തുവിൻ്റെ സുവിശേഷ വേലകളൊക്കെ നടത്തപ്പെട്ടത്. പ്രധാനമായി ഗിരിപ്രഭാഷണം നമ്മൾ വായിക്കാറുണ്ട്, സെയിന്റ് മാത്യു 5. ഇതെല്ലാം സംസാരിച്ചു തീർക്കുന്ന സ്ഥലവും ഈ ഗലീല കടലിനോട് ചേർന്നാണ്. ഈ കടലിൻ്റെ അരികെ നിന്ന് തൻ്റെ സമൂഹത്തോട് സംസാരിച്ച ഒരു വേദഭാഗമാണ് വിതക്കാരൻ്റെ ഉപമ. ഇതിൻ്റെ കഥ ഞാൻ വിവരിച്ചാൽ ഏറെ സമയമെടുക്കും. അതുകൊണ്ട് ഒരു അസൈൻമെൻറ്റ് ഞാൻ തരികയാണ്. ആദ്യത്തെ ദിവസമേ ഹോംവർക്കും അസൈൻമെൻറ്റും ഒക്കെ തരുവാണെന്ന് വിചാരിച്ചാലും കുഴപ്പമൊന്നുമില്ല. എനിക്ക് വേണ്ടി ഇന്ന് ഈ വേദഭാഗം ഒന്നുകൂടെ വായിക്കണം. സെയിന്റ് മാർക്ക് ചാപ്റ്റർ 4 വേഴ്സ് 1 to 20. 20 വാക്യമേ ഉള്ളൂ. എത്രയോ 200 കണക്കിന് യൂട്യൂബ് നമ്മൾ കാണും, 200 കണക്കിന് വാട്സപ്പ് വായിക്കുമെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് 20 വാക്യം വായിക്കാൻ മാത്രമേ ഞാൻ ആവശ്യപ്പെടുന്നുള്ളൂ. അത് വായിക്കുമ്പോൾ
അടങ്ങിയിരിക്കുന്ന 4 പ്രധാനപ്പെട്ട ചിന്തകൾ പെട്ടെന്ന് പറയാം. ഒന്ന്, ബി ഇന്റൻഷണൽ ആൻഡ് ഫോക്കസ്ഡ് whenever the word of God is presented. തിരുവചനം വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും കേൾക്കുമ്പോഴും അനുഗ്രഹീതമായ കൂദാശകളിൽ സംബന്ധിക്കുമ്പോഴും നമുക്കൊരു ഫുൾ അറ്റൻഷൻ ആവശ്യമാണ്. അതെവിടെ നഷ്ടപ്പെടുന്നുവോ അവിടെ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, പാറപ്പുറത്ത് വീണതുപോലെയും മുള്ളിനിടയിൽ വീണതുപോലെയും പറവ വന്ന് കൊത്തിക്കൊണ്ടു പോകുന്നത് പോലെയും നമ്മുടെ ഹൃദയത്തിൽ അത് രൂപം പ്രാപിച്ച് വേരുപിടിച്ച് അത് പൂർണ്ണത പ്രാപിക്കുന്ന സമയം ഉണ്ടാകുകയില്ല. നമ്മൾ പലപ്പോഴും നമ്മൾ തന്നെ അവകാശപ്പെടുന്ന ചില ഉദാഹരണങ്ങൾ പറയാം. കാറ് ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ പ്രസംഗം കേൾക്കാറുണ്ട്. ശരിയാണോ? ആലോചിച്ച് നോക്കിയാൽ മതി. സുബോറോ പ്രാർത്ഥന നടക്കുമ്പം നമ്മൾ കറിക്കും കൂടെ അടിയും. വൈകുന്നേരത്തെ ഒരു പ്രാർത്ഥനയിലോ കൺവെൻഷനോ യൂട്യൂബ് വഴി പങ്കെടുക്കുമ്പം നമ്മൾ ചപ്പാത്തിയും കൂടെ അന്നേരം കുഴയ്ക്കും. അപ്പൊ ചപ്പാത്തി പോലെ ഈ വചനം അങ്ങ് നീണ്ടുപോകുകയാണ്. അത് ഉരുണ്ടുവരും, അത് നീണ്ടുവരും, അത് കുറച്ച് കഴിയുമ്പം വെളിച്ചെണ്ണയിലും വീഴും. കുറച്ച് കഴിയുമ്പോൾ ആ ചപ്പാത്തി കാണുന്നില്ല. ഇതുപോലെയാകും നമ്മൾ ഈ മൾട്ടി കോണ്ടെക്സ്റ്റിൽ തിരുവചന ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ. ചിലപ്പോഴൊക്കെ തുബ്ദേൻ്റെ സമയം നമ്മൾ അന്നേരത്തെ ക്രിക്കറ്റിൻ്റെ എത്രയായും നോക്കും. മാച്ച് എവിടെ വരെ എത്തി, എത്ര വിക്കറ്റ് പോയി, അല്ലെങ്കിൽ സൂപ്പർ ബൗളുമായിട്ടൊക്കെ വന്ന് പ്രചരിക്കുന്ന ധാരാളം കളികൾ ഈ അമേരിക്കയിലുണ്ട്. ഇതെല്ലാം ചെക്ക് ചെയ്യുന്ന സമയം നമ്മളിതിൻ്റെ ഇടയ്ക്കാണ്. ഇപ്പോഴും ഇത് സൈലൻ്റ് ആക്കി വെച്ചേക്കുക. എനിക്കും സമയം കിട്ടിയിരുന്നത് ഞാനൊന്ന് എടുത്ത് നോക്കിയേനെ, സമയം കിട്ടുന്നില്ല. അപ്പം ഇതെല്ലാം കൂടെ ചേർന്നാൽ ആരെപ്പോലെയാകും? ഈ വിത്ത് പോലെ ആയിപ്പോകും. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് തിങ്. അതിനൊരു ഉദാഹരണം കൂടി വേദപുസ്തകത്തിൽ നിന്ന് പറയാം. 2 Corinthians chapter 10 verse 5. Take every thought captively. വേദപുസ്തകത്തിൽ പൗലോസ്ലിയ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ടേക്ക് എവരി തോട്ട്, എല്ലാ ചിന്തകളും ഗൗരവമായിട്ടെടുക്കണം. പക്ഷെ നമ്മൾ ഇന്ന് ഗൗരവമായിട്ടെടുക്കുന്ന ചിന്തകൾ എന്താന്ന് ചോദിച്ചാൽ, നെഗറ്റീവായിട്ടൊരു കാര്യം കേട്ടാൽ അതിനെ ഗൗരവമായും, പോസിറ്റീവായിട്ടൊരു കാര്യം കേട്ടാൽ അതിനെ പുറകോട്ടെറിയാനും ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്നവരാ. നമ്മൾ കൂടുതൽ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നത് അപരന്റെ കുറ്റമാണ്. അപരന്റെ നന്മ കേൾക്കുന്നതിനേക്കാൾ കുറ്റം കേൾക്കാൻ ചെവി കൂർപ്പിക്കുന്ന ഒരു കാലഘട്ടം. ഞാനും എന്നെയും കൂടെ മുൻനിർത്തിയാ പറയുന്നത്. ആൻഡ് സെക്കൻഡ് വൺ, സ്റ്റേ ഇൻ ഗോഡ്സ് വേർഡ് അൺടിൽ ഇറ്റ് ടേക്സ് റൂട്ട്. വേര് പിടിക്കുന്നത് വരെ അല്പം സമയം കൊടുക്കണം. പക്ഷെ നമ്മൾ ചെറുപ്പത്തിലൊക്കെ ചെയ്തൊരു കാര്യമുണ്ട്. ക്ഷമയില്ലാതിരിക്കുമ്പം ചെടി നടും. അമ്മയുടെയോ അപ്പൻ്റെയോ നിർബന്ധത്തിൽ ചെടി നട്ടാൽ പിറ്റേ ദിവസം ചെന്ന് എന്തുവാ നോക്കുന്നേ? അത് കൃത്യമായിട്ടറിയാം. വേര് ഞാനും നോക്കിയിട്ടുണ്ട്. അതോടുകൂടി എന്താ സംഭവിക്കുന്നേ? അതിൻ്റെ വളർച്ചയുടെ ഘട്ടം നമ്മൾ അവസാനിപ്പിക്കുക. മുട്ട വിരിയാൻ വെക്കുന്നതിന് മുമ്പേ നമ്മൾ എന്ത് ചെയ്യും? കോഴിക്കുഞ്ഞ് പുറത്തിറങ്ങിയോ നോക്കും. ആ ചൂട് കിട്ടുന്നതിന് മുമ്പേ നമ്മൾ അങ്ങനെയുള്ള കുറുക്കു വഴികൾ, എല്ലാ മേഖലയിലും ചെറുതും വലുതുമായി ഇങ്ങനെയുള്ള കുറുക്കു വഴികളുണ്ട്. അതിനും ഒരു വേദവാക്യം പറയാം. കൊലോഷ്യൻസ് ചാപ്റ്റർ 2 verse 6-7. വാക്ക് വിത്ത് ഹിം ആൻഡ് വാക്ക് ഇൻ ഹിം. ഈ വർഷത്തെ OVBSന്റെ പ്രധാനപ്പെട്ട തീം എന്തായിരുന്നു? നിങ്ങളുടെയൊക്കെ മക്കളോ കൊച്ചുമക്കളോ ഒക്കെ പോയായിരുന്നു. വെരി ഗുഡ്. വാക്ക് ഇൻ പ്യൂരിറ്റി. സങ്കീർത്തനത്തിലൊരു വാക്യം. അപ്പോൾ ഇവിടെ നല്ലതായിട്ടൊരു OVBS നടന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. ആകെ കുറച്ച് കുട്ടികളെ ഉള്ളൂ. ഒരൊറ്റയടിക്ക് ഉത്തരം പറഞ്ഞു, വാക്ക് ഇൻ പ്യൂരിറ്റി. പ്യൂരിറ്റി മീൻസ് ദാറ്റ് ഈസ് സംതിങ് കണക്റ്റഡ് വിത്ത് ദ ഹാർട്ട് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിൻ്റെ ഹൃദയവുമായിട്ട് ചേർന്ന് സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടം നമ്മൾ സ്വപ്നം കാണണം, നമ്മുടെ മനസ്സിലേക്ക് ചേർത്ത് വെക്കണം. ആൻഡ് തേർഡ് വൺ, റിമൂവ് എനിത്തിങ് ഇൻ യുവർ ലൈഫ് ദാറ്റ് ഈസ് കോൺട്രറി ടു ഗോഡ്സ് വേർഡ്. നമുക്കെപ്പോഴും ഒരു അളവുകോലുണ്ട്. നീളമുള്ള ഒരാളെയും നീളം കുറഞ്ഞ ഒരാളിനെയും എപ്പോഴാണ് കണ്ടുപിടിക്കുന്നത്? ഇന്നലെ ഞങ്ങൾ 4 അച്ഛന്മാരുടെ നിന്ന് പടം എടുത്തു. അപ്പോൾ അതിന് പറഞ്ഞൊരു കമൻ്റാണ്, ഒരച്ഛൻ കൈയും കെട്ടി നിസ്സഹായനായിട്ട് നിൽക്കുന്നു, 3 അച്ഛന്മാരിങ്ങനെ ഗൗരവമായിട്ട് നിൽക്കുന്നു. ഞാനതൊന്നും കണ്ടില്ല. കണ്ട ഒരാൾ ഇവിടെ വെബ്സൈറ്റിൽ ഇട്ടപ്പോൾ കണ്ടതാ. അതിലൊരാൾ പറഞ്ഞു, നീളം ഒരാൾക്ക് കുറവാണ്, ഒരാൾക്ക് നീളം കൂടുതലുണ്ട്, ഒരാൾക്ക് നല്ല വണ്ണമുണ്ട്. ഇതെങ്ങനെ കണ്ടുപിടിക്കുന്നേ? വി ആർ മേക്കിംഗ് കമ്പാരിസൺ ഓൾവേസ്. ശരിയല്ലേ? അതെല്ലാ മേഖലയിലും കമ്പാരിസൺ ഉണ്ടെങ്കിൽ
ഈ കമ്പാരിസണെ ഈ വിഷയവുമായിട്ടൊന്ന് ചേർത്ത് വെക്കണം. നമുക്കൊരു കമ്പാരിസൺ കിട്ടാൻ സ്പിരിച്വൽ ലൈഫിന് നല്ല കമ്പാരിസൺ നൽകുന്ന ഒരു മാർജിൻ എന്തെന്ന് ചോദിച്ചാൽ ദറ്റ് ഈസ് ദ ഹോളി ബൈബിൾ. വേദപുസ്തകവുമായി നമ്മുടെ ജീവിതത്തെ ഒന്ന് താരതമ്യപ്പെടുത്തണം. നമ്മൾ നീളം കുറഞ്ഞൊരു മനുഷ്യനെ കണ്ടാൽ ആദ്യം എന്ത് വിളിക്കും? അവനെ ആദ്യം വിളിക്കുന്ന പേരാണ് സക്കായി. പ്രത്യേകിച്ച് ബാക്കി എല്ലാവരും വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കപ്പെടുകയാണ്. വണ്ണമുള്ള ഒരാളെ കണ്ടാൽ അതിന് ചേരുന്ന വാക്കുകൾ നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. പക്ഷേ വേദപുസ്തകവുമായിട്ടൊന്ന് ചേർത്ത് വെച്ച് നമുക്കൊരു പേരുണ്ടാക്കാൻ സാധിക്കുമോ? അതിനൊരു ഉദാഹരണം പറയാനുള്ളത് 3 worries and hindrances as warning in the Bible. ഒന്ന്, worries of this life. ഈ ജീവിതത്തെക്കുറിച്ച് നമുക്ക് എന്നും ഭയങ്കര ഉത്കണ്ഠയാണ്, ശരിയല്ലേ? ഇവിടെ ഇരിക്കുമ്പം ചിന്തിക്കുന്നത് ഇതൊന്ന് തീർന്നിട്ട് വേണം ആ വീട്ടിലൊന്ന് പോകണം, പിന്നെ വൈകിട്ട് 2 മീറ്റിംഗ് ഉണ്ട്, പിന്നെ വേറൊരു കാര്യത്തിന് കാണണം, അവിടെ ഒരു ബർത്ത്ഡേക്കും കയറണം. ഈ അച്ഛനിങ്ങനെ നീട്ടിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുക. ചില പള്ളിയിൽ ചിന്തിക്കുന്നത് മലയാളിക്കടയിലും കൂടെ കയറിയിട്ട് വേണം എനിക്ക് പോകാൻ. അപ്പം ഇതെല്ലാം നമ്മുടെ വഴിയാണ്. ആൻഡ് ദ സെക്കൻഡ് വൺ, ദ റിച്ചസ് ഓഫ് ദിസ് ലൈഫ്, ദ മണി മാറ്റേഴ്സ്. പണം ഉണ്ടാക്കാനും പണം ഇരട്ടിയാക്കാനും പണത്തെക്കുറിച്ച് കൂടുതൽ നാളെ നേരത്തെ വേര് പൊക്കി നോക്കുന്നത് പോലെ ഇങ്ങനെ ഇട്ടിട്ട് നോക്കും, കൂടിയോ കുറഞ്ഞോ. എൻ്റെ ഒരു സ്നേഹിതനുണ്ട്. സ്നേഹിതൻ മറ്റൊരു രാജ്യത്ത് നിന്ന് വന്ന കൊള്ള പണമെല്ലാം ഇവിടെ കൊണ്ടുവന്ന് ഷെയർ മാർക്കറ്റിലിട്ടു. പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് പറഞ്ഞു, വെച്ചാൽ വരണ്ടായിരുന്നു. പിന്നെ പറഞ്ഞു ഇടണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ തന്നേക്കാം, അതൊട്ടും വേണ്ടായിരുന്നു. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഇതിനെക്കുറിച്ചുള്ള, ആർക്കും കൊടുക്കാൻ പറ്റുന്നില്ല. ഇരട്ടി ആകണമെന്ന് ആഗ്രഹമുണ്ട്, ഇരട്ടിക്കുന്നുമില്ല, വർദ്ധിക്കുന്നുമില്ല. ബട്ട് വി ആർ വറീഡ് അബൌട്ട് മണി മാറ്റേഴ്സ്. ആൻഡ് തേർഡ് വൺ, പ്ലഷേഴ്സ് ഓഫ് ദിസ് ലൈഫ്. നമുക്ക് എന്തൊക്കെ ആനന്ദങ്ങളും ആഹ്ലാദങ്ങളും കണ്ടെത്താൻ പറ്റുമോ അതിങ്ങനെ കണ്ടെത്താൻ നമുക്ക് യാതൊരു മടിയുമില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ യാത്രകൾ ചെയ്യും, നമ്മൾ ഒരുപാട് എൻ്റർടൈൻമെൻറ്റ്, സെലിബ്രേഷൻ അല്ലെങ്കിൽ ഗെറ്റ് ടുഗദർ നമ്മളെന്നും. ഞാൻ 2016 വരുമ്പം എനിക്ക് തോന്നുന്നു മാസത്തിൽ ഒരു ബർത്ത്ഡേ പാർട്ടിക്കൊക്കെ പോകത്തുള്ളായിരുന്നു. ഇപ്പോൾ 2025 ആയപ്പോഴേക്കും മാസത്തിൽ ഒരു 25 ബർത്ത്ഡേ പാർട്ടിക്ക് പോകാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. ഇനി ഈ പള്ളി വരുമ്പം എനിക്കറിയത്തില്ല എത്ര വിളിക്കണമെന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞതല്ല. സെലിബ്രേഷൻസ് ആർ അഗെയിൻ ആൻഡ് അഗെയിൻ ഇൻക്രീസിങ്. സോ ദീസ് ആർ ദ 3 worries. ഇതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ പറഞ്ഞ വാക്യം എന്താ? റിമൂവ് എനിത്തിങ് ഇൻ യുവർ ലൈഫ് ദാറ്റ് ഈസ് കോൺട്രറി ടു ഗോഡ്സ് വേർഡ്. ദൈവത്തിൻ്റെ വചനവുമായിട്ട് ഇതിനെ ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റുക. ആൻഡ് ദ ഫോർത്ത് വൺ, live with a humble attitude, acknowledging your continued need of God's word. ഇതെനിക്ക് ജീവിതത്തിൻ്റെ അന്ത്യം വരെയും ആവശ്യമാണെന്ന് കൃത്യമായിട്ട് ഓർത്തുകൊണ്ട് വേണം പ്രാർത്ഥിക്കുവാനും ആരാധനാലയത്തിൽ വരുവാനും. നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കാനിരിക്കുന്നത് എന്തിനു വേണ്ടിയാ? ജസ്റ്റ് ഫോർ എ ഷോർട്ട് കട്ട്. ആ കാലഘട്ടം അതിജീവിക്കാൻ വേണ്ടിയാ. കോവിഡ് സമയത്ത് ഭയങ്കര പ്രാർത്ഥനയായിരുന്നു. എന്തിനാ? അന്നല്ലേ എന്തോ പ്രാർത്ഥിച്ചേ? കോവിഡ് മാറണേ. ആ പ്രാർത്ഥന ദൈവം കേട്ടു. ഇപ്പോഴും നമ്മളിങ്ങനെ നോക്കിയിരിക്കുന്നത് പരീക്ഷയ്ക്ക് ജയിക്കണേ, ഇൻ്റർവ്യൂ പാസ്സാകണേ. നമ്മൾ പ്ലെയിനെ കയറുമ്പോൾ ഭയങ്കര പ്രാർത്ഥനയാണ്. ഇപ്പം എത്ര പേര് ആകാശത്തിൽ ഇരിപ്പുണ്ടെന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? എത്ര പേര് കാർ ഓടിക്കുന്നു, എത്ര പേര് ട്രെയിനിലിരിക്കുന്നു, എത്ര പേരിപ്പോൾ വെള്ളത്തിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, എത്ര പേര് ആകാശത്തുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാൻ തോന്നാറുണ്ടോ? ഇല്ല. അതേസമയം നമ്മൾ പ്ലെയിനെ കയറുമ്പം പറയും, അച്ഛാ ഒന്ന് നന്നായിട്ട് ശക്തമായിട്ടൊന്ന് പ്രാർത്ഥിച്ചോണേ. ഇതാണ് നമ്മുടെ പ്രശ്നം. അതൊരു കണ്ടിന്യൂറ്റിയിലേക്ക് നമുക്ക് കടന്നു പോകാനായിട്ട് ആഗ്രഹമില്ല. ഞാൻ അവസാനിപ്പിക്കട്ടെ. പറഞ്ഞ വിഷയം ഇതെല്ലാം വിത്തുമായിട്ടൊന്ന് കണക്ട് ചെയ്താൽ മതി. വിതക്കാരൻ വിത്തിട്ടു, പാറമേൽ വീണു, പ്രാവ് കൊണ്ടുപോയി അല്ലെങ്കിൽ കിളികൾ കൊണ്ടുപോയി, മുള്ളിനിടയിൽ വീണു. പക്ഷെ ഒടുവിൽ അത് കൃത്യമായി എത്തേണ്ട സ്ഥലത്തെത്തിയപ്പോൾ അത് വളർന്ന് പന്തലിച്ചു. അത് സമൂഹത്തിന് അനുഗ്രഹമായി മാറി. Be the followers of Jesus Christ and be the messengers of word of God. That is the real essence of Christianity. ബാക്കി നമ്മൾ ഏത് ലോകത്ത്, ഏത് രാജ്യത്ത് ജീവിച്ചു, ഏത് വർഷം ജീവിച്ചു, ഏതൊക്കെ മേഖലയിൽ ജീവിച്ചു എന്നുള്ളതിനേക്കാൾ വലുതാണ് be the followers of Jesus Christ and be the messengers of word of God. ദൈവം നിങ്ങളെ അപ്രകാരം അനുഗ്രഹിക്കട്ടെ. മറന്നു പോകരുത്. an assignment. ടോപ്പിക് എന്തായാലും തന്നെ പുരുഷന്മാരോടൊന്ന് പറയോ? സെയിൻറ്റ് മാർക്ക് ചാപ്റ്റർ 4 1-20. മറക്കരുത്. വലിയവനായ ദൈവം നിങ്ങളെല്ലാവരെയും വാഴ്ത്തി പുണ്യപ്പെടുത്തുമാറാകട്ടെ.